മുസ്ലിം ലീഗ് നേതാവ് എം.കെ. മുനീറിന്റെ വീട് ജപ്തി ഭീഷണിയിൽ. കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ 58 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉള്ളത്. കോഴിക്കോട് നടക്കാവിലെ ക്രിസന്റ് ഹൌസിന് ബാങ്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാർച്ച് 31-നകം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് ബാങ്ക് അറിയിച്ചിരിക്കുന്നു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, എം.കെ. മുനീറിന്റെ വീടും ജപ്തി ഭീഷണിയിൽ എന്നുള്ള വാർത്ത വരുമ്പോൾ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലും ഒക്കെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള വാർത്തയുടെ വിശദാംശങ്ങളാണ്. എന്താണ്? അക്ഷയ, തീർച്ചയായും മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ്, മുൻ മന്ത്രിയാണ്, MLA ഒക്കെ ആയിരുന്ന ആളാണ് ഡോക്ടർ M.K. മുനീർ. അദ്ദേഹത്തിന്റെ കോഴിക്കോട് നടക്കാവിലുള്ള ക്രസന്റ് ഹൗസ് എന്ന അദ്ദേഹത്തിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ താമസിക്കുന്ന വീട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മുൻ മുഖ്യമന്ത്രി കൂടിയായ CH മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ളവർ താമസിച്ചിരുന്ന വീടാണ്. CH മുഹമ്മദ് കോയയാണ് ആ വീട് നിർമ്മിച്ചത്. കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ ഒരു ആസ്ഥാനമായിരുന്ന ഒരു വീടാണ്. ആ വീടാണ് ഇപ്പോൾ ജപ്തി ഭീഷണിയിൽ നിൽക്കുന്നത്. കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും അദ്ദേഹം ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുൻപാണ് ആ വീടിന്റെ തന്നെ ഈ ക്രസന്റ് ഹൗസിന്റെ തന്നെ നവീകരണത്തിനായി 70 ലക്ഷത്തോളം രൂപ അവിടെ നിന്നും വായ്പ എടുക്കുന്നു. അത് പലതവണയായി പല ഗഡുക്കൾ തിരിച്ചടയ്ക്കുന്നു. പലതവണയായി അത് മാറ്റി പുതുക്കി വിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ 2024 അദ്ദേഹത്തിന് ആദ്യം ബാങ്ക് ഒരു 60 ലക്ഷത്തോളം രൂപ കുടിശ്ശിക വന്നു. അങ്ങനെ ബാങ്ക് നോട്ടീസ് നൽകുന്നു. അദ്ദേഹത്തിന്റെ M.K. മുനീറിന്റെ അപേക്ഷ പ്രകാരം ബാങ്കും സംസ്ഥാന സഹകരണ വകുപ്പൊക്കെ ഇടപെട്ട് ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ ഭാഗമായി അത് കുറച്ച് നൽകുന്നു. 49 ലക്ഷമായി കുറച്ച് നൽകാനുള്ള തീരുമാനമുണ്ട്. പക്ഷേ അതും ഇപ്പോൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാങ്ക് ഈ മാർച്ച് 31-നകം ഈ പണം 49 ലക്ഷം രൂപ, 57 ലക്ഷം രൂപയാണ് ബാധ്യത, ഒറ്റത്തവണ തീർപ്പാക്കി 49 ലക്ഷമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ തിരിച്ചടയ്ക്കാനുള്ള സമയപരിധി കഴിഞ്ഞതിനാൽ ഇപ്പോൾ വീണ്ടും 59 ലക്ഷം തന്നെ അടയ്ക്കണമെന്ന് ബാങ്ക് പറയുന്നുണ്ട്. ഏതായാലും മാർച്ച് 31-നകം അടച്ചിട്ടില്ലെങ്കിൽ, പണം തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ജപ്തിയിലേക്ക് പോകും, ആ വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് ഇപ്പോൾ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. ബാങ്ക് അധികൃതർ പറയുന്നത് ഇക്കാര്യത്തിൽ സാവകാശം കൊടുത്തിരുന്നു മുനീറിന്. പലതവണയായി ഒറ്റത്തവണ തീർപ്പാക്കലൊക്കെ സഹകരണ വകുപ്പ് തന്നെ മുൻകൈയെടുത്ത് അത്തരമൊരു ഇടപെടലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഈ അക്ഷയ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. മുൻ മന്ത്രി, സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു, നിരവധി തവണ MLA ആയിരുന്നതാണ്, മുസ്ലിം ലീഗിലെ തന്നെ പ്രധാനപ്പെട്ട ഉന്നതാധികാര സമിതി ഉൾപ്പെടെയുള്ള സമിതികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് കുറച്ചു കാലങ്ങളായി അസുഖബാധിതനായി അദ്ദേഹം ചികിത്സയിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. അതിനിടയിലാണ് വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ തന്നെ ജാഫർഖാൻ കോളനിയിൽ മറ്റൊരു വീടുണ്ടായിരുന്നു. അതും ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് ജപ്തി ഭീഷണി ഉണ്ടായി. പിന്നീട് അത് വിൽക്കുകയാണ് ചെയ്തത്. വിറ്റ് ആ ബാങ്കിലേക്ക് കൂടുതൽ പണം അടയ്ക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീട്, ജാഫർഖാൻ കോളനിയിലെ വീട് അങ്ങനെ വിൽപ്പന നടത്തിയതാണ്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീടാണ് ഇപ്പോൾ വീണ്ടും ജപ്തി ഭീഷണിയിലേക്ക് വന്നിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു വീട് കൂടിയാണ് CH മുഹമ്മദ് കോയ നിർമ്മിച്ച ആ വീടാണ് ഇപ്പോൾ മുനീറിന്റെ വീടാണ്. CH മുഹമ്മദ് കോയയുടെയും വീടാണ്. സ്വാഭാവികമായിട്ടും CHന്റെ നേരത്തെ ഷെയ്ദ് സൂചിപ്പിച്ച പോലെ തന്നെ M.K. മുനീർ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് CHന്റെ കൂടി വീടാണ്. അവിടെ CHന്റെ മകന്റെ വീട്ടിലാണ് ജപ്തി ഭീഷണി എന്നുള്ളത് കൂടിയാണ് ഈ വാർത്തയെ ഒരു തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞെട്ടലുണ്ടാക്കുന്നത് എന്ന് പറയാതെ വയ്യ. എന്തായാലും നിലവിലിപ്പോൾ ഒരു ഡേറ്റ് നൽകിയിട്ടുണ്ട്, മാർച്ച് 31. അതിനകം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നുള്ളത് ബാങ്ക് അറിയിച്ചിരിക്കുന്നു. മറ്റു നടപടിക്രമങ്ങളൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം.